അനുരാഗത്തിലായ ആളുകളുടെ ദൂതുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ആളുകളെ ഹംസ എന്ന് പറയും. ഈ കൂടുതൽ ആരെങ്കിലും ഹംസം ഉണ്ടോ? എടീ, നിന്നെ ആ ചെറുക്കൻ നോക്കുന്നുണ്ട്. ആ ചെറുക്കൻ ചെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നിന്നെ നോക്കിയായിരുന്നു. അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കുറിമാനങ്ങളാ കൊടുത്തു വിടുന്നത്. അവരുടെ കയ്യിൽ നിന്ന് പേന താഴെ പോയി, പെമ്പിള്ളേര് പുറകെ നടന്നും വരുന്നുണ്ട്. ആ പേന കുനിഞ്ഞെടുക്കാൻ ഇവർക്ക് നാണമാ. എന്താണ് ഈ പാന്റ് എന്ന് പറയുന്ന വസ്ത്രം നമ്മുടെ അരയ്ക്ക് മുകളിൽ നിൽക്കേണ്ട, പക്ഷെ ഈ വസ്ത്രം പൃഷ്ഠം മറിഞ്ഞു നിൽക്കില്ല. പയ്യെ എന്താണ് കുനിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോകും. ഒരു കൊച്ചു കഥ പറയാം. കഥ ഇഷ്ടമാണോ? കഥ ഇഷ്ടമാണ്. കൊച്ചുകൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണെന്നറിയാം. അപ്പൊ ഈ കഥ എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഇതിഹാസങ്ങൾ എന്ന് പറയാം, എപ്പിക്സ് ഏതൊക്കെയാ? ഇല്ലീഡ് അറിയാം, ഒഡീസി അറിയാം. പക്ഷെ ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, മഹാഭാരതവും അതുപോലെ രാമായണവും. ആ മഹാഭാരതത്തിന് 18 പർവ്വങ്ങളാണുള്ളത്. ആ 18 പർവ്വങ്ങളിൽ വനപർവ്വത്തിലെ ഒരു കൊച്ചു കഥ. വനപർവ്വം എന്ന് പറയുന്നതിലേക്ക് ഈ പാണ്ഡവർ വനവാസകാലത്തിന്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചു കഴിയാൻ നേരത്തേക്ക് വനവാസം ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ബൃഹദർശ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയ സമയം, ഇവരുടെ ഈ ദുരിതം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം ഒരു കൊച്ചു കഥ പറഞ്ഞു. അതായത് നൈഷധ രാജാവായിട്ടുള്ള വീരസേന മഹാരാജാവിന്റെ പുത്രനായ നളനും വിദർഭയിലെ ഭീമ മഹാരാജാവിന്റെ പുത്രിയായ അതിസുന്ദരിയും സുശീലയുമായിട്ടുള്ള ദമയന്തിയുടെയും പ്രണയത്തെക്കുറിച്ചും പിന്നെ അവരുടെ വിവാഹത്തെക്കുറിച്ചും പിന്നീട് കലിബാധിതനായ നളൻ ദമയന്തിയെ ഉപേക്ഷിച്ചു പോവുകയും ആ കലിയെ നളന്റെ ശരീരത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്ത് വീണ്ടും അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്ത ഒരു കഥ. ആ കഥയില് ഒരു ദിവസം നളനും ദമയന്തിയും പരസ്പരം കണ്ടിട്ടില്ല. നളന്റെ രാജധാനിയിലും ദമയന്തിയുടെ രാജധാനിയിലും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഈ ആളുകൾ പറഞ്ഞ് ഇവരങ്ങോട്ട് ലൈനായി. എങ്ങനെ? നളന്റെ ഗുണഗണങ്ങൾ ആൾക്കാർ പറഞ്ഞ് ദമയന്തിയുടെ മനസ്സിൽ ഈ നളനെ എന്റെ ഭർത്താവായി കിട്ടിയിരുന്നത് എത്ര നന്നായിരുന്നു. ദമയന്തിയെ കുറിച്ച് സുന്ദരിയും സുശീലയുമായിട്ടുള്ള സർവ്വഗുണ സമ്പന്നയുമായിട്ടുള്ള ദമയന്തിയെ എന്റെ ഭാവി വധുവായി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഈ ആളുകളെല്ലാം പറഞ്ഞു. നളന് ചേർന്ന പെണ്ണാണ് ദമയന്തിക്ക് ചേർന്ന വരനാണ് ആര്? നളൻ. അങ്ങനെ പരസ്പരം ഇന്നത്തെ പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ ഓരോരുത്തരുടെയും വായ്ത്താര മുഖാന്തരമാണ് ഇവര് പരസ്പരം അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയില് നളന്റെ ഉദ്യാനത്തില് ഒരു സവർണ ഹംസം എന്ന് പറഞ്ഞാൽ ഹംസത്തിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. ഹംസത്തിനെ കുറിച്ച് പറയാണ്. നമ്മുടെ പേത്തത്താറാവിനെ കണ്ടിട്ടുണ്ടോ? ഓടിച്ചിട്ട് കൊത്തുന്ന താറാവ്, വലിയ കഴുത്തുമൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള താറാവിനെ പോലെ ഇരിക്കും ഹംസം. നമ്മുടെ കൈലാസത്തിന്റെ താഴ്വാരത്തില് ഒരു വലിയ തടാകമുണ്ട്, മാനസ സരോവർ എന്ന് പറയാം. ആ മാനസ സരോവർ തടാകത്തില് നീന്തി തുടിക്കുന്ന ഹംസങ്ങൾ സ്വർണ്ണ നിറത്തിലാണെന്ന് പറയാം. അവിടെ നിന്ന് വന്നതായിരിക്കാം ഒരു ഹംസം ഈ നളന്റെ ഉദ്യാനത്തിൽ വന്ന് ഇറങ്ങി അത് കളിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നളന് ഒരു കൗതുകം, അതിനെ ഒന്ന് പിടിച്ചാലോ? ചാടി കയറി പമ്മി ചെന്നതിനെ ഒറ്റപ്പെടുത്താം. ഈ ഹംസം ആകെ പേടിച്ചുപോയി. എന്താണ്? ആള് ഹംസമൊക്കെ ആണെങ്കിലും താറാവിന്റെ ഇനത്തിൽപ്പെട്ട ആളാ. ഉറപ്പായിട്ടും നളൻ എന്നെ ഫ്രൈ ചെയ്ത് കഴിക്കും. അയ്യോ, എന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്നെ കാത്തിരിക്കുന്ന എന്റെ പ്രായമായ അമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും അനാഥരായത് തന്നെ. ഇങ്ങനെ വിലപിക്കണം കണ്ടു കഴിഞ്ഞപ്പോ ഹംസത്തിനെ പെട്ടെന്ന് വിട്ടു. നിന്നെ ഞാൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, നീ പൊയ്ക്കോ. ഏതായാലും എന്റെ ജീവൻ തിരിച്ചു തരുന്നതിന് നിനക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്, നിനക്ക് എന്താ ആഗ്രഹം? നിനക്ക് ആ വിദർഭയിലെ ആ പെങ്കൊച്ചുമായിട്ട് ഒരു ചെറിയ ലൈൻ ഉണ്ടല്ലോ, അത് ഞാൻ റെഡിയാക്കി തരാം. അങ്ങനെ ഇടനില നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ പരസ്പര അനുരാഗത്തിലായ ആളുകളുടെ ദൂതുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ആളുകളെ ഹംസ എന്ന് പറയും. ഈ കൂടുതൽ ആരെങ്കിലും ഹംസം ഉണ്ടോ? എടീ, നിന്നെ ആ ചെറുക്കൻ നോക്കുന്നുണ്ട്. ആ ചെറുക്കൻ ചെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നിന്നെ നോക്കിയായിരുന്നു. അങ്ങനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കുറിമാനങ്ങളാ കൊടുത്തു വിടുന്നത്. പുസ്തകത്തിനകത്തൊക്കെ വെച്ച് ആരും കാണാതെ വായിക്കും. അപ്പൊ ഇങ്ങനെ കൊടുത്തു വിടുന്ന ഹംസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹംസവും ദമയന്തിയുടെ അടുത്ത് വന്ന് നളന്റെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ദമയന്തിയുടെ അടുത്ത് ചെന്ന് ദമയന്തിക്കും എന്താണ് കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് പയ്യെ കടന്നു ചെല്ലുന്നേ ഉള്ളൂ. ആ കൗമാര കുതൂഹലങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ല. പക്ഷേ യുവതി ആയി
കൊണ്ടേയിരിക്കുന്നു. ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെല്ലാം കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ നമ്മുടെ ദമയന്തി കുട്ടിക്കും ഉണ്ടായി. ദമയന്തി പയ്യെ ഈ ഹംസത്തിനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹംസം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, എന്താണ്? യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം ബാലെ. ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നതിലേക്ക് മലയാളത്തിലെ ലക്ഷണമൊത്ത ആട്ടക്കഥ 4 ദിവസം കൊണ്ട് ആടിത്തരുന്ന മലയാളത്തിലെ ശാകുന്തളം എന്ന പേര് അറിയപ്പെടുന്ന ഒരു ആട്ടക്കഥയുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഉണ്ണായി വാര്യരാണ് അത് എഴുതിയത്. ആ ഉണ്ണായി വാര്യരുടെ നളചരിത ആട്ടക്കഥയിലെ ഒരു ഭാഗമാണ് യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന് ഹംസൻ തിരിച്ച് അയ്യേ ദമയന്തിയോട് പറയുന്നത്. ഈ വാക്കുകൾ തന്നെ നിങ്ങളെ വീടുകളിൽ മിക്കവാറും കേൾക്കാറുണ്ട് അല്ലെ? സ്കൂളിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി വിശേഷങ്ങൾ അമ്മമാരോട് പറയാനുണ്ട്. ആ അമ്മമാരോട് പറയാനായിട്ട് ഇന്ന് അടുക്കളയിൽ ചെന്ന് പുസ്തകസഞ്ചി സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ചെന്ന് അമ്മ എന്നേരത്തേക്ക് എന്താണ് നല്ല അടയുണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുക. ആ അമ്മ തേങ്ങ ചിരകിയിരിക്കും, വർത്തമാനം പറയുന്നതിനിടയ്ക്ക് ഓരോ കുത്തുവെച്ച് എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ പെണ്ണ് ഒറ്റ അടി കൊടുത്തിട്ട് കെട്ടിക്കാറായി. എന്നിട്ട് പെണ്ണിന്റെ പിള്ളകളി മാറിയിട്ടില്ല. ഇതാണ് ആ ഹംസവും പറഞ്ഞത്. എന്താണ്? കെട്ടിക്കാറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി, എന്നാലും കുട്ടിക്കളി മാറിയിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാരും തന്നെ ടീനേജുകാര്. ഈ ടീനേജുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്തിനേയും അന്ധമായിട്ട് അനുകരിക്കാനായിട്ടുള്ള ഒരു വാസന. സിനിമാ നടന്മാരൊക്കെ അല്ലെ നടിമാരൊക്കെ വേഷം ധരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതേ വേഷം ധരിക്കാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹം അല്ലെ? അങ്ങനെ ഒരു വേഷം വിധാനമാണ്. കുറച്ചു നാൾ മുമ്പ് ഞങ്ങളിവിടെ വൈക്കത്തുണ്ടായിരുന്നപ്പോഴത്തേക്ക് കുറെ പിള്ളേർക്ക് അവരുടെ പാന്റ് ഊരിപ്പാതിരിക്കാനായിട്ട് അരയിൽ വള്ളി കെട്ടി കൊടുക്കേണ്ടി വന്നു. അവസാനം എന്താണ്? ഈ പിള്ളേരാരെങ്കിലും പോകുന്ന വഴി അവരുടെ കയ്യിൽ നിന്ന് പേന താഴെ പോയി, പെൺപിള്ളേര് പുറകെ നടന്നും വരുന്നുണ്ട്. ആ പേന കുനിഞ്ഞെടുക്കാൻ ഇവർക്ക് നാണമാണ്. എന്താണ്? ഈ പാന്റ് എന്ന് പറയുന്ന വസ്ത്രം നമ്മുടെ അരയ്ക്ക് മുകളിൽ നിൽക്കേണ്ടതാ. പക്ഷെ ഈ വസ്ത്രം പൃഷ്ഠം മറിഞ്ഞു നിൽക്കില്ല. പയ്യെ എന്താണ്? കുനിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോകും. ഊരിപ്പോയി കഴിഞ്ഞാൽ ആ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകൾ പലതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ വേഷം പറ്റില്ല, നല്ല മാന്യമായ വേഷം ധരിച്ച് വരാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ബെൽറ്റൊക്കെ ഇടിയിച്ച് വിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഏതായാലും ആ പ്രായത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ചില ചേട്ടായിമാരൊക്കെ, ഇപ്പൊ അശോക് സാർ അതിന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. ചില ചേട്ടായിമാര് വന്നിട്ട് പറയും, മോനെ നിനക്ക് മിഠായി വേണോടാ? മിഠായി എന്ന് പറയുന്നിടത്തേക്ക് മധുരപ്രിയരല്ലേ നമ്മളെല്ലാവരും? മിഠായി വേണം, മിഠായി തരുക. ആ മിഠായിക്കകത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നുകയും കഴിച്ചു കഴിഞ്ഞാൽ ഏതോ വിഭ്രമമായിട്ടുള്ള ഏതോ ലോകത്തും എത്തുന്നത് പോലെയും ഭയങ്കര സന്തോഷമൊക്കെ അനുഭവപ്പെടുന്നതുമായ മിഠായികളും സ്റ്റാമ്പുകളും ഒക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു വിഭാഗം ആളുകള്, ലഹരി മാഫിയ, നമ്മളുടെ സ്കൂളിന്റെ 10ഓ 12ഓ വയസ്സുള്ള നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികളെ പോലും ലാക്കാക്കിയിട്ട് അവര് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ പിടിയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഈ സുന്ദരമായ ഭൂമി അല്ലെ, എത്രയെത്ര ജനിമൃതികളിലൂടെ കടന്നു പോയി കഴിഞ്ഞാലാണ് പക്ഷിയായും പ്രാണിയായിട്ടും പുഴുവായിട്ടും ഒക്കെ ജനിച്ച് അവസാനം കിട്ടുന്ന സുന്ദരമായ ഈ മർത്യജന്മം, മനുഷ്യജന്മം ആസ്വദിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മള്? നമുക്കൊരു 100 വയസ്സ് വരെയും നമുക്ക് ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്റെ അമ്മ 103-ാമത്തെ വയസ്സിലാണ് വിട വാങ്ങിയത്. പക്ഷെ അവിടം വരെ ഒന്നും ഞങ്ങളൊന്നും എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അവരൊക്കെ പഴയ മണ്ണായതുകൊണ്ട് എത്തി, ആരോഗ്യത്തോടുകൂടി അവസാന നാളുകളും തള്ളി നീക്കാൻ പറ്റി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷമയമായ ഭക്ഷണശീലവും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മളുടെ ആയുർദൈർഘ്യം കുറഞ്ഞ ഒരു 10-60 വയസ്സ് വരെയൊക്കെ പോവുകയാണ് സന്തോഷം. അതിൽ കൂടുതൽ പോയാൽ ഏറെ സന്തോഷം. അങ്ങനെ ഈ ഭൂമിയിൽ എത്രമാത്രം ജീവിച്ചാലും കൊതി തീരാത്ത നമ്മള് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് MDMA പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 2-3 വർഷം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരലോകത്തേക്ക് യാത്രയാവും. കൊതി തീരാതെ ആശാഭംഗത്തോടു കൂടിയായിരിക്കും നമ്മൾ എവിടുന്ന് ഈ ഭൂമി വിട്ടു പോകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പെട്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധ വേണം. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അശോകൻ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ചേർന്ന് നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെപ്പോലെ കൊച്ചുകുട്ടികളുടെ ഇടയിലേക്ക് ഒന്നുകൂടി വരാനായിട്ടുള്ള ഒരു അവസരം സിദ്ധിച്ചത് നിങ്ങളോട്, ഇതിന്റെ മാനേജ്മെന്റിനോടും ജഗദീശ്വരനോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.